ഹൂത്തികൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ പ്രതികാരാക്രമണം ഇന്നലെ രാത്രി വളരെ മോശമായ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ പോർട്ട് ഓഫ് ഹുഡൈഡ എന്നത് യമനിലുള്ള രണ്ടാമത്തെ വലിയ തുറമുഖ പ്രദേശമാണ്. ഇവിടെയാണ് ആക്രമണം നടത്തിയത്. ഇതിൽ 21-ലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും പുറത്തു വന്നു. ഇനി ഹൂത്തികൾ ഇതിനെങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? ഇതുവരെയും ഞങ്ങൾ ഇസ്രായേലിന് നേരെ ഒരു എയർ ബ്ലോക്കേഡ് നൽകിയിട്ടില്ല. അതായത് അവരുടെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ വിമാനത്താവളങ്ങളെ ഞങ്ങൾ ഒരിക്കലും ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിന്റെ ഈ ഒരു അഗ്രഷന് മറുപടി നൽകുന്ന രീതിയിൽ തീർച്ചയായും ഞങ്ങൾ ഇസ്രായേലിന്റെ വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ച് ആക്രമിക്കും. കഴിയുമെങ്കിൽ ഇസ്രായേൽ സ്വയം സംരക്ഷിക്കുക എന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഇവയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഗാസയിൽ വേർഷൻ 2.0 ആരംഭിക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കമായി ഇവയെല്ലാം മാറിയിട്ടുണ്ട് എന്നും പറയാം. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹൂത്തികൾ, ഇസ്രായേൽ. എപ്പോഴാണോ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് കയറി ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധം ആരംഭിച്ചത്, അതിനുശേഷം ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ അവരുടെ ഘോര ആക്രമണം തീവ്രമാക്കി തുടങ്ങി. ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന ഈ പ്രശ്നത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ഗാസയെ സപ്പോർട്ട് ചെയ്യാനായി, ഗാസയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി യമനിലുള്ള ഹൂത്തി റിബൽസ് ഗ്രൂപ്പ് ഈ ഒരു പോരാട്ടത്തിനുള്ളിലേക്ക് കുതിച്ചു. ചെങ്കടൽ പ്രദേശം വഴിയാണ് ഇസ്രായേലിന് ആവശ്യമായ കൂടുതൽ വ്യാപാര കപ്പലുകളും അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കപ്പലുകളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഹൂത്തികൾ ചെയ്യാൻ തുടങ്ങിയത് ചെങ്കടൽ വഴി ഇസ്രായേലിന് ആരെല്ലാമാണോ സഹായിക്കുന്നത് അങ്ങനെ വരുന്ന കപ്പലുകൾ ഇനി ഞങ്ങളെ കഴിഞ്ഞ് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഗാസയിൽ സംഭവിക്കുന്ന വംശഹത്യ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെയും ഞങ്ങൾ ഏതൊരു യുദ്ധക്കപ്പലുകളെയും, ഇസ്രായേലിലെ യുദ്ധക്കപ്പലുകളെയും ഈ പ്രദേശം വഴി കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറയുകയും അവരുടെ ആക്രമണങ്ങൾ അവിടെ ആരംഭിച്ചു. ഈ ആക്രമണം 2023 മുതൽ ആരംഭിച്ചു. ഇത് വലിയ രീതിയിലാകാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലായിരുന്നു. ഇസ്രായേലിലെ തലസ്ഥാനത്തിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി. ഡ്രോൺ ആക്രമണമായിരുന്നു. ഒരാൾ മരിക്കുകയും ചെയ്തു. 2000 കിലോമീറ്ററും കഴിഞ്ഞു വന്ന ഒരു ഡ്രോണിനെ ഇസ്രായേൽ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അതിനെ ഡിഫൻഡ് ചെയ്യുന്നതിലും അവർ പരാജയപ്പെട്ടു. അതുപോലെ ഇതേ ഹുഡൈഡ പോർട്ടിൽ ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്ക് ചരിത്രത്തിലെ വളരെ മോശമായ ഒരു ആക്രമണമായി രജിസ്റ്ററായി. അടുത്തിടെ നടന്ന ആക്രമണത്തിൽ പോലും 60 പേരോളം മരിച്ചിരുന്നു. അങ്ങനെ ഹൂത്തികൾക്കും ഇസ്രായേലിനും ഇടയിലുള്ള ഈ ഒരു പോരാട്ടത്തിന്റെ കഥയുടെ ഒരു സംഗ്രഹം ഇതാണ്. ഇനി എപ്പോഴാണ് ഈ എസ്കലേഷൻസ് വലുതായതെന്ന് ചോദിച്ചാൽ, ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയൻ എയർപോർട്ടിൽ ഹൂത്തികളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എന്നവർ ക്ലെയിം ചെയ്യപ്പെടുന്ന പലസ്തീൻ 2 എന്ന മിസൈൽ അതിന്റെ ഇമ്പാക്ട് അവിടെ സൃഷ്ടിച്ചു. ഇതിൽ എല്ലാ ഡിഫൻസ് സിസ്റ്റത്തെയും മറികടന്നാണ് ആ മിസൈൽസ് വന്നത്. താഡ് ഡിഫൻസ് സിസ്റ്റം, എയറോ ഡിഫൻസ് സിസ്റ്റം, ഇവയെ എല്ലാം മറികടന്ന് ഈ ബാലിസ്റ്റിക് മിസൈൽ അകത്തേക്ക് വരികയും അതിന്റെ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. സത്യത്തിൽ എല്ലാവരും നടുങ്ങിപ്പോയി. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിസൈൽ ഷീൽഡ് പ്രോഗ്രാം ഉള്ളത് ഇസ്രായേലിന്റെ പക്കലാണ്. അവരുടെ എയറോ ഡിഫൻസ് സിസ്റ്റം അത്രത്തോളം ടോപ്പ് ടയർ സിസ്റ്റമാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ താഡ്, ഇത് ലോകത്തിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്നും പറയാം. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറം ഹൂത്തികളെ കൊണ്ട് പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് കയറി വരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ പലരെ കൊണ്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിന് ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രതികരിക്കുകയും ചെയ്തു. ഹൂത്തികളുടെ ആക്രമണം എത്രത്തോളം ഗുരുതരമായി മാറിയെന്ന് ചോദിച്ചാൽ, ഈ ബെൻ ഗുരിയൻ എയർപോർട്ടിന്റെ എക്സിറ്റ് ടെർമിനൽ 3 അവിടെ നിന്നും ചില മീറ്ററുകൾ മാറിയാണ് ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അതിന് ഇമ്പാക്ട് സൃഷ്ടിച്ചത്. അതും ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് അത് വന്ന് പതിച്ച സ്ഥലത്ത് ഏകദേശം 6 മീറ്റർ ആഴത്തിലും 8 മീറ്റർ അകലവുമുള്ള ഒരു വലിയ ഗർത്തം അവിടെ ഉണ്ടായി. അത്രയും മീറ്റർ മാറി വീണ ആ ഒരു മിസൈൽ റൺവേയിൽ വീണിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ ടെർമിനൽ 3ക്ക് മുകളിൽ വീണിരുന്നെങ്കിലോ ഇസ്രായേലിന് ഒരു കനത്ത കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അന്ന് തന്നെ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഒരു എമർജൻസി മീറ്റിംഗ് നടത്തുമെന്നുള്ളത് പറഞ്ഞിരുന്നു. ഇതിന് ഞങ്ങൾ റിട്ടാലിയേഷൻ കൊടുക്കുമെന്നും അന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ 20-ലധികം F-15 ഫൈറ്റർ ജെറ്റ് ഈ ഒരു അറ്റാക്കിന് വേണ്ടി അവർ ഉപയോഗിച്ചു. ഈ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ്സിൽ നിന്നും 48-ലധികം ബോംബുകൾ ഹുദൈദ പോർട്ടിനെ നോക്കി വരികയാണ്. ആ പോർട്ട് മാത്രമല്ല, തൊട്ടടുത്ത് ജബ്ലിൻ എന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ഒരു സിമന്റ് ഫാക്ടറി ഉണ്ട്. ഇവിടെയാണ് ഹൂത്തികൾക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കുന്നത്. പ്രധാനമായും ഹൂത്തികൾ ഈ ടണൽ വാർഫെയറിൽ വളരെ എക്സ്പേർട്ട് ആയവരാണ്. അവർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിക്കും. ഇങ്ങനെ ടണൽ വാർഫെയറിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് അവർ. അവർക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് തയ്യാറാക്കുക, തുരങ്കങ്ങൾ നിർമ്മിക്കുക, ഇങ്ങനെ ടണൽ വാർഫെയറിൽ വളരെ എക്സ്പേർട്ട് ആയവരാണ്.
ഇവയ്ക്കെല്ലാം ഈ സിമന്റ് ഫാക്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബായിരുന്നു. കൂടാതെ ഹൂത്തികൾക്ക് വരുന്ന മുഴുവൻ റവന്യൂവിൽ 30% സിമന്റ് ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. സിമന്റ് ഫാക്ടറി, അതിൽ നിന്ന് വരുന്ന എക്സ്പോർട്ട്, വ്യാപാരം, ഇതിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളെയും ആക്രമിച്ചത് മാത്രമല്ല, അതോടുകൂടി അവസാനിച്ചില്ല. അൽ സലഖ്, അൽ ഹവാഖ് ഏരിയ, ഇത് ഹുഡൈഡ പോർട്ടിനും ജബ്ലിനും പാരലായി നടുവിലുള്ള ഒരു പ്രദേശമാണ്. ഈ 4 സ്ഥലങ്ങളിലും ഇസ്രായേൽ അവരുടെ എയർ സ്ട്രൈക്ക് നടത്തി. ഇപ്പോ ഞാനൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് ഈ ഒരു ആക്രമണം നടന്നപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആ കടൽ പ്രദേശത്ത് നിന്നും ഒരു സെയിലർ അദ്ദേഹത്തിന്റെ ഫോണിൽ പകർത്തിയ വീഡിയോ ആണ്. ഇതായിരുന്നു ഇന്നലെ രാത്രി ഇസ്രായേൽ ഹൂത്തികൾക്ക് നേരെ തൊടുത്തുവിട്ട ഏരിയൽ ആക്രമണം. ഈ അറ്റാക്ക് ഇപ്പോൾ നടന്ന് അവസാനിച്ചു. 48 മുതൽ 50ഓളം ബോംബുകൾ അവിടെ പതിച്ചിട്ടുണ്ടാകുമെന്നും പറയുന്നു. ഹൂത്തികളുടെ പക്കൽ ഡിഫൻസ് സിസ്റ്റം വലിയ രീതിയിലൊന്നും ഇല്ല. അവരുടെ പക്കൽ ഉള്ളതായി ഒരുപാട് ക്ലെയിം ഉണ്ടെങ്കിലും ഇതുവരെയും ഇങ്ങനെ മിസൈൽസിനെ ഡിഫൻഡ് ചെയ്ത രീതിയിലുള്ള റെക്കോർഡ് നോട്ട്സ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും? കാരണം 2024 ജൂലൈ മാസം 20-ാം തീയതി ആദ്യമായി ഹൂത്തികൾക്കെതിരെയുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയപ്പോൾ ആ ഒരു പോർട്ട് അതോടുകൂടി അവസാനിച്ചു. പിന്നീട് ആ ഒരു പോർട്ടിനെ ഹൂത്തികളെ കൊണ്ട് റൺ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. എന്നാൽ അതിനുശേഷം 1 വർഷമായി. 2 മാസം കൂടെ കഴിയുകയാണെങ്കിൽ കൃത്യം 1 വർഷം. എന്നാൽ ഇപ്പോഴും ഹൂത്തികൾ ആ ഒരു പോർട്ട് റൺ ചെയ്യുന്നുണ്ട്. അടുത്തൊരു 2 മാസം കൂടെ ആവുകയാണെങ്കിൽ കൃത്യം 1 വർഷം തികയും. എന്നിട്ടും ഹൂത്തികളെ കൊണ്ട് എങ്ങനെയാണ് തുറമുഖം റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്? അപ്പോ ഇസ്രായേലിന്റെ ആക്രമണം അത്രത്തോളം ഒന്നും അവിടെ ഇമ്പാക്ട് സൃഷ്ടിച്ചില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പോൾ ഈ ഹുഡൈഡ പോർട്ട് എന്നത് യമനിലുള്ള 2ാമത്തെ വലിയൊരു തുറമുഖ പ്രദേശമാണ്. ആദ്യമുള്ളത് എയ്ഡൻ, വെസ്റ്റേൺ കോസ്റ്റിൽ ഗൾഫ് ഓഫ് എയ്ഡൻ അടുത്തുള്ള ഒരു പ്രദേശം. അത് STC എന്ന് പറയപ്പെടുന്ന ട്രാൻസിഷൻ കൊളീഷൻ ഗവൺമെന്റിന്റെ ഫോഴ്സസിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് അതുള്ളത്. അങ്ങനെ അവരുടെ പക്കൽ ഒരു പോർട്ട് ഉണ്ട്. അടുത്ത് സനയുടെ അടുത്തുള്ള ഈ ഹുഡൈഡ പോർട്ട്, ഇത് ഹൂത്തീസിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഇതിന്റെ മുഴുവൻ വിസ്തീർണം ഏകദേശം 30,000 ഏക്കറിലധികം എന്ന് പറയപ്പെടുന്നു. കൃത്യമായ വിസ്തീർണം അറിയില്ല. കടൽപ്പരപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വരും. അപ്പോ ഇതിന്റെ കൃത്യം മുഴുവൻ വിസ്തീർണം എത്രയാണെന്ന ചോദ്യത്തിന് 3000 മുതൽ 5000 കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ ഉണ്ടാകാമെന്നും പറയുന്നു. ഒഫീഷ്യലായ ഡേറ്റാസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ തിരഞ്ഞു നോക്കുമ്പോൾ കടൽ പ്രദേശം ഉൾപ്പെടെ 30,000 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അത്രത്തോളം വലുതൊന്നുമല്ല. ലാൻഡ് കോറിഡോർ മാത്രം എടുത്ത് നോക്കിയാൽ ഒരു 3000 മുതൽ 5000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ തുറമുഖം. അപ്പോ ആ ഒരു തുറമുഖത്തിൽ നിരവധി സൗകര്യങ്ങളുണ്ട്. അവർക്ക് പ്രത്യേക ഫ്യൂവൽ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാകും. അവരുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാകും. ആ ക്രെയിൻസ് പ്രവർത്തിപ്പിക്കുന്നത്, ഇങ്ങനെ ആ പോർട്ടിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇവിടെ ഓരോ തവണയും ഇസ്രായേൽ ഇവയിൽ ഓരോന്നിനെ ആക്രമിക്കുകയായിരുന്നു. ഇസ്രായേൽ ഇങ്ങനെ ഓരോ തവണയും ആക്രമിച്ചതിന് ശേഷം അവർ നൽകുന്ന ഒരു ക്ലെയിം എന്നത് ഈ ഒരു പോർട്ട് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതിൽ നിന്നും പുറത്തേക്ക് വന്നു, ഔട്ട് ഓഫ് റണ്ണിങ് കണ്ടീഷനിലേക്ക് പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവരെ കൊണ്ട് ചില ഇമ്പാക്റ്റുകൾ അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചു. എന്നാൽ പൂർണ്ണമായും ആ പോർട്ടിനെ നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇസ്രായേലിന്റെ പക്കൽ അതിനുള്ള ആർസനലുണ്ട്. എന്നാൽ യമന് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് എന്ന ഒരു കാര്യമുണ്ട്, മാനുഷികമായ സഹായം. അതിൽ 85% ഈ ഒരു തുറമുഖം വഴിയാണ് ട്രാൻസിറ്റ് ആകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സഹായം, വൈദ്യസഹായം, വീണ്ടും അവശ്യ വസ്തുക്കൾ, അവശ്യ ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ഇങ്ങനെയുള്ള പല വസ്തുക്കളും ഈ ഹുഡൈഡ പോർട്ട് വഴിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർട്ടിനെ പൂർണ്ണമായും നശിപ്പിക്കണം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ അതിന് ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങൾ തീർച്ചയായും സഹകരിക്കില്ല, സമ്മതിക്കില്ല. ഇതുവരെയും അവർ ആക്രമിച്ചതെല്ലാം അവരുടെ ഫ്യൂവൽ സ്റ്റോറേജ് ഫെസിലിറ്റി ആക്രമിക്കും, അവരുടെ ഈ അമ്യുനേഷൻ ബാൻസിനെ ആക്രമിക്കും, ഈ അണ്ടർഗ്രൗണ്ട്സിൽ അമ്യുനേഷൻസ് എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആക്രമിക്കും. പക്ഷേ ഇതുവരെയും ആ ക്രെയിൻസിനെയോ അല്ലെങ്കിൽ ഹാങ്ങേഴ്സ്, ഈ കപ്പലുകൾ നിർത്തുന്ന ഹാങ്ങേഴ്സ്, അവിടങ്ങളിലൊന്നും ഇസ്രായേൽ ഏതൊരു ആക്രമണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇവർ ആ പോർട്ടിനെ പൂർണ്ണമായും ആക്രമിക്കുന്നതിന് പകരം എവിടെ ആക്രമിച്ചാൽ ഹൂത്തീസിന് വേദനിക്കുമോ ആ സ്ഥലത്തെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് ഇസ്രായേൽ ആക്രമിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഹൂത്തികൾക്ക് എങ്ങനെ ഒരു നേട്ടമായി മാറുന്നു എന്ന് അറിയണ്ടേ? ഒരു വ്യോമാക്രമണം നടന്ന് അവസാനിച്ചാൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനകം തന്നെ ഓയിൽ ടെർമിനലിനെ ആക്രമിച്ചു. ഹൂത്തികൾക്ക് അതിനെ റിപ്പയർ ചെയ്യാനേ സാധിക്കില്ല, പൂർണ്ണമായും അത് ഔട്ട് ഓഫ് സർവീസ് കണ്ടീഷനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വെറും 80 ദിവസത്തിനുള്ളിൽ വീണ്ടും ആ ഒരു ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റിയെ റീബിൽഡ് ചെയ്യുകയും അവരുടെ സർവീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇസ്രായേലിനുള്ള ഈ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവർക്കുള്ള ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഹൂത്തികൾക്ക് വലിയൊരു നേട്ടമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവർ ആക്രമിച്ചിരിക്കുന്നത് അവിടെയുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റർ സോണിനെയും അവരുടെ ഫ്യൂവൽ സ്റ്റോറേജ് ഫെസിലിറ്റിയെയുമാണ് ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്പാക്ട് തീർച്ചയായും വലുതായി സംഭവിച്ചിട്ടുണ്ട്. കാരണം അവിടെ സംഭവിച്ച ആ ഒരു എക്സ്പ്ലോഷൻസ് ഒക്കെ കാണുമ്പോൾ 2-3 മാസത്തേക്ക് അത് ഔട്ട് ഓഫ് സർവീസിലാക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ ഹൂത്തികൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. 21-ലധികം പേർക്ക് പരിക്കേറ്റതായും പറയുന്നു.
കൂടാതെ ഇസ്രായേലിനെതിരെ പുതിയ തരത്തിലുള്ള ഒരു പ്രതികാരം ഞങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞു. ഇതുവരെയും ഞങ്ങൾ ആക്രമിച്ചതെല്ലാം കപ്പലുകളെ മാത്രമാണ്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ താവളങ്ങളെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിമാനത്താവളങ്ങളെയോ ഞങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടേയില്ല. പക്ഷേ ഇസ്രായേൽ ചെയ്ത ഇക്കാരണത്താൽ അവരെല്ലാ റെഡ് ലൈൻസും ക്രോസ് ചെയ്തു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ലോകം മുഴുവനും ഭയത്തോടുകൂടി നോക്കും. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു ബ്ലോക്കേഡായി മാറും എന്ന് അവരുടെ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായും ഹൂത്തികളുടെ മിസൈൽസ് ഈ ബെൻഗുരിയൻ എയർപോർട്ടിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും അധികമാണ്. ഈ എസ്കലേഷൻസ് എല്ലാം അധികമാകുന്നത് ഗാസയിലെ പ്രശ്നവുമായി മാച്ച് ആകുന്നുണ്ട്. ഗാസയെക്കുറിച്ച് നമ്മൾ ഈയിടെയായി അധികമൊന്നും സംസാരിച്ചിട്ടില്ല. ഗാസ വേർഷൻ 2.0 എന്ന് പറയുന്നത് പോലെ മുഴുവൻ ഗാസയെയും ഇസ്രായേൽ ടേക്ക് ഓവർ ചെയ്യുകയും അവരുടെ ഭൂപ്രദേശവുമായി ചേർക്കാനുള്ള പദ്ധതിയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ടൂർ വരാൻ പോവുകയാണ്. ആ സമയത്ത് ഇതിനായിട്ടുള്ള ഒരു അപ്രൂവൽ വാങ്ങുകയും മുഴുവൻ ഗാസയെയും ഇസ്രായേലുമായി ചേർക്കാനുള്ള സാധ്യതയുള്ളതായും പറയുന്നു. ഇവിടെ ഗാസയെ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വെറും ഭൂമി മാത്രം കൈവശം വെച്ചതുപോലെ ആകില്ല. അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. ഇതിനകം തന്നെ ആ ഗാസയിൽ മാലിന്യവും കഷ്ടപ്പാടുകളും ഒഴികെ മറ്റൊന്നും തന്നെ അവിടെ ഇല്ല. ഈ ഒരു പ്രദേശം അവരെടുക്കുന്നത് കൊണ്ട് അവർക്കൊരു വലിയ ലാഭം ലഭിക്കും. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഏത് രാജ്യത്തിലേക്കാണ് അവരെ അഭയാർത്ഥികളായി അയക്കാൻ പോകുന്നത്? ഇവിടെ അഭയാർത്ഥികളായി അയക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനെങ്ങനെ പറയണമെന്നേ അറിയില്ല. ഈ സമയത്ത് പോലും അറബ് ലീഗൊക്കെ ഇതൊക്കെ കാഴ്ചക്കാരായി മാത്രം നോക്കി നിൽക്കുകയാണെങ്കിൽ എന്ത് പറയാനാണ്? ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. ഹൂത്തീസ് വേഴ്സസ് ഇസ്രായേൽ, ഈ ഒരു പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് ഗാസ 2.0 അവസാനിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാനുള്ള സാധ്യമായ പോംവഴികൾ എന്തെല്ലാം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി ഓയിസോ വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.